എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ എത്ര നരച്ച മുടിയും ഒറ്റ യൂസിൽ തന്നെ കറുപ്പിച്ചെടുക്കുന്നതിനും അതേപോലെ എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാനുമായിട്ടും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേയുടെ പാക്കുമായിട്ടാണ്. ഉപയോഗിച്ചവർക്കെല്ലാം ഒറ്റ യൂസിൽ തന്നെ 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഇലയാണ്. നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ എപ്പോഴും കാണപ്പെടുന്ന കീഴാർനെല്ലി എന്ന് പറയുന്ന ഒരു ഇലയാണിത്. ഇത് നമ്മൾ പറിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഇലയെല്ലാം പെട്ടെന്ന് വാടി തുടങ്ങും. ഇതിന്റെ അടിഭാഗത്ത് ചെറിയ നെല്ലിക്ക പോലെയുള്ള വിത്തുകൾ ഉണ്ടാകും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടി വേഗത്തിൽ വളരുവാനും അകാലം നിര തടയുവാനായിട്ടും നരച്ച മുടി കറുപ്പിക്കാനായിട്ടും ഒക്കെ ഈ ഒരു ഇല നമ്മെ സഹായിക്കും. അപ്പോൾ കീഴാർനെല്ലി പച്ച കളറിലും അതേപോലെ തന്നെ വയലറ്റ് കളറിലുമാണ് ഉള്ളത്. അങ്ങനെ 2 കളറിലുള്ള കീഴാർനെല്ലി ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് എത്രത്തോളം ഹെയർ ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവിലും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തുളസിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നാച്ചുറലായിട്ട് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് തുളസിയില. അതുമാത്രമല്ല, നമ്മൾ തുളസിയില ചേർത്താൽ നീരിറക്കം, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ തുളസിയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാം. ഇതിൽ ജ്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. നരച്ച മുടി കറുപ്പിക്കാനും അകാല നര തടയുവാനും മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ടുമൊക്കെ ഇത് സഹായിക്കും. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡൈ തയ്യാറാക്കി എടുക്കുന്നത് എന്നും കൂടി നമുക്ക് കണ്ടു നോക്കാം. ഡൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചേർക്കുന്നത് നീലാമരിപ്പൊടിയാണ്. അധികം കെമിക്കൽ ചേർക്കാത്ത നീലാമരിപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. 2 ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് അടുത്തതായിട്ട് ചേർക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. മുടി വേഗത്തിൽ വളരുവാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കാപ്പൊടി. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂണോളം തന്നെ നെല്ലിക്കാപ്പൊടിയും ചേർക്കണം. അപ്പോൾ ഡൈ തയ്യാറാക്കാനായിട്ടുള്ള നീലാമരിപ്പൊടിയും അതേപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളർത്തിയെടുക്കുവാനായിട്ടും സാധിക്കും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ മുടി വളരുവാനായിട്ട് സഹായിക്കുന്നവയാണ്. നമ്മൾ ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഹെന്ന ഉപയോഗിക്കുന്നില്ല. അതായത് ഹെന്ന പൗഡർ നമ്മളിതിൽ ചേർക്കുന്നില്ല. നമ്മൾ ഹെന്ന പൗഡർ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും. ആദ്യ യൂസിൽ തന്നെ പൂർണ്ണമായിട്ടും മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നില്ല. 4 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളർ റിലീസ് ആവുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ നല്ലതുപോലെ ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ നല്ലതുപോലെ ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ലൊരു കറുപ്പ് നിറം വന്നിട്ടുണ്ട്. എത്ര നരച്ച മുടിയും ആയിക്കോട്ടെ ഒരു നര പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണിത്. ഇതിനകത്ത് നമ്മൾ ഹെന്നയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് വേറെ ഒരു കളർ പോലും വരില്ല. നല്ലൊരു ബ്ലാക്ക് കളർ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് സോപ്പോ അല്ലെങ്കിൽ ഷാമ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ തന്നെ നമുക്ക് മുടി കഴുകാവുന്നതാണ്. അതേപോലെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്.
ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു കളറ് ആയി കഴിഞ്ഞാൽ അത് പോകാനായിട്ടും സമയമെടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക്